Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024 സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് അതിലുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ബൂളിയൻ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇത് 2023 ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കെ മാപ്പ് മൊത്തം 5 ടൈപ്സ് ഉണ്ട്. 2 വേരിയബിൾ കെ മാപ്പ്, 3 വേരിയബിൾ കെ മാപ്പ് ആൻഡ് 4 വേരിയബിൾ കെ മാപ്പ്. ഇതിൽ 5 വേരിയബിളും ഉണ്ട്, 6 വേരിയബിളും ഉണ്ട്. പക്ഷേ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇത് 3 ടൈപ്സ് ആണ്. എക്സാംസിൽ ഇത് 3 ടൈപ്സ് ചോദിക്കത്തുള്ളൂ. ഫസ്റ്റ് വണ്ണാണ് 2 വേരിയബിൾ കെ മാപ്പ്. 2 വേരിയബിൾ കെ മാപ്പിൽ 2 വേരിയബിൾസേ കാണത്തുള്ളൂ, എ ആൻഡ് ബി. ആൻഡ് ഇതിൽ 2 കോളംസ്, 2 സെൽസ് കാണും. അപ്പോൾ 2 is equal to 4. അവിടെ 4 കോളംസ്, ഇത് 1 2 3 4 ഇങ്ങനെ 4 സെൽസ് കാണും. ഈ സൈഡുള്ളത് എ, ഇത് ബി, ഇത് 0 1 0 1 ഇങ്ങനെയാണ് 2 വേരിയബിൾ കെ മാപ്പ് ഉള്ളത്. പിന്നെ ഉള്ളതാണ് 3 വേരിയബിൾ കെ മാപ്പ്. 3 വേരിയബിൾ കെ മാപ്പിൽ 2⁻3 സെൽസ് കാണും. അപ്പം മൊത്തം 8 സെൽസ് കാണും. ഇതിലുള്ള വാല്യൂസ് 0 to 7 ആണ്. 0 to 7 വരെയുള്ള വാല്യൂസ് കാണും, 8 സെൽസും കാണും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എ ബി സി. ഇതാണ് 3 വേരിയബിൾ കെ മാപ്പ്. ഇതിൽ 3 വേരിയബിൾസ് കാണും, എ, ഇത് ബി സി, ഇത് 0 1 0 0 0 1 1 0 1 1. ഇതിൽ മൊത്തം 8 സെൽസ് ഉണ്ട്. 0 to 7 വരെയുള്ള നമ്പേഴ്സ് ഇതിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് 4 വേരിയബിൾ കെ മാപ്പ്. 4 വേരിയബിൾ കെ മാപ്പിൽ 2⁻4 സെൽസ് കാണും. മൊത്തം 16 സെൽസ് കാണും. അതിൽ 0 to 15 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് 4 വേരിയബിൾ കെ മാപ്പ്. 4 വേരിയബിൾസ് കാണും, എ ബി സി ഡി, അല്ലെങ്കിൽ XYZ WXYZ, അങ്ങനെ 4 വേരിയബിൾസ് കാണും. ആൻഡ് മൊത്തം 16 സെൽസ് കാണും. 0 to 15 വരെയുള്ള വാല്യൂസാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത് 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1 ഇങ്ങനെ നമ്മൾ 0 to 15 വരെയുള്ള നമ്പേഴ്സാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ആദ്യം നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. 4 വേരിയബിൾ കെ മാപ്പ് നമുക്ക് കെ മാപ്പ് മൊത്തം 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ 1 ആണ് POS, പിന്നെ സെക്കൻഡ് 1 ആണ് SOP. POS എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് സം ആണ് POS. SOP എന്ന് പറയുന്നത് സം ഓഫ് പ്രോഡക്റ്റ്. ഇതിൽ SOPയിലുള്ള ടേംസിന് നമ്മൾ മിൻ ടേംസ് എന്ന് പറയും, മിൻ ടേംസ്. ആൻഡ് POSയിലുള്ളത് മാക്സ് ടേംസ് ആണ്. SOP means sum of product and POS means product of sum. POSയിൽ നമ്മൾ മാർക്സ് ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്, SOPയിൽ മിൻ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും നമ്മൾ POS ആണോ കണ്ടുപിടിക്കട്ടെ, SOP വെച്ചാണോ സോൾവ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ F of A, B, C, D is equal to പൈ ഓഫ്. ഈ പൈ സിമ്പിൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ POS വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇപ്പോൾ സിഗ്മ ഉണ്ടെങ്കിൽ അത് SOP വെച്ച് സോൾവ് ചെയ്യാം. ചിലപ്പോൾ നമുക്കിപ്പോൾ പൈ വാല്യൂ കൊടുത്തിട്ട് SOP കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈ വാല്യൂസിൽ 0 1 3 8 ഉണ്ടെന്ന് വെച്ചോ. ഇത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ SOP വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിലില്ലാത്ത ടേംസ് എല്ലാം എടുത്ത് സിഗ്മയിൽ എഴുതണം. ഇപ്പോൾ ഇതിൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഇല്ല, 3 ഉണ്ട്, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഉണ്ട്, 9 10 11 12 13 14 15. അപ്പോൾ പൈ കൊടുത്തിട്ട് SOP കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിലില്ലാത്ത സിമ്പിൾസൊക്കെ ഇതിലില്ലാത്ത നമ്പേഴ്സൊക്കെ എടുത്ത് നമ്മൾ സിഗ്മയിൽ ഇട്ടിട്ട് അത് വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇപ്പോൾ സിഗ്മ കൊടുത്തിട്ട് POS ചെയ്യാൻ പറഞ്ഞാൽ സെയിം കേസാണ്. സിഗ്മയിൽ ഇല്ലാത്ത നമ്പേഴ്സ് എല്ലാം പൈയിലിട്ട് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ പൈ ആണെങ്കിൽ നമുക്ക് POS വെച്ച് തന്നെ ചെയ്യാം. SOP ആണെങ്കിൽ, സിഗ്മ ആണെങ്കിൽ SOP വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സിഗ്മ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ ഇത് 4 വേരിയബിൾ കെ മാപ്പാണ്. ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്, ആ നമ്പർ 15 വരെ ഉണ്ട്. 4 വേരിയബിൾ കെ മാപ്പാണ്. ആൻഡ് ഇതിൽ സിഗ്മ ആണ് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് SOP വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കണം.
4 വേരിയബിൾ കെ മാപ്പ് വരച്ചിട്ട് ഇത് എ ബി ഇത് സി ഡി ആണ്. അതേ മേളിലുള്ള നമ്പർ ഇടണം. ഇത് 0 0 0 1 1 0 1 1. നമ്മളിങ്ങനെ നേരെ 0 0 0 1 1 0 1 1 അങ്ങനെ ഇടാൻ പാടില്ല. 0 0 0 1 1 സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് 1 0 ഇടണം. പിന്നെ 1 1 ഇവിടെ ഫില്ല് ചെയ്യണം. അങ്ങനെയാണ് ഇതിൽ നമ്പർ ഇടേണ്ടത്. പിന്നെ താഴെയും സെയിം രീതിയിൽ ഇടണം. 0 0 0 1 1 0 1 1 ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഈ സെൽസിൻ്റെ നമ്പർ ഫില്ലാക്കണം. ഇത് 0 ഇത് 1. അടുത്ത് ഈ സ്പേസ് വിട്ടിട്ട് ഇവിടെയാണ് 2 ഇടേണ്ടത്. 2 പിന്നെ ഇവിടെ 3 ഇടണം. പിന്നെ ഈ ലൈനും അതേപോലെയാണ് ഫില്ല് ചെയ്യേണ്ടത്. 3 കഴിഞ്ഞിട്ടുള്ളത് 4 4 5 ഇവിടെ 6 ഇടണം. ഇവിടെ 7 ഇടണം. പിന്നെ ഉള്ളത് 8 ആണ്. പിന്നെ ഉള്ളത് ഈ കോളം നമ്മൾ ലീവ് ചെയ്യണം. ഇത് ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ട് താഴെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. 7 കഴിഞ്ഞിട്ടുള്ളത് 8 8 9 ഇവിടെ 10 11 ബാലൻസ് 13 14 15 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇങ്ങനെയാണ് നമ്പർ ഇടേണ്ടത്. ഈ നമ്പർ ഇട്ടിട്ട് ഇതിൽ സിഗ്മയിൽ അവർ കുറച്ച് വാല്യൂസ് തന്നിട്ടില്ലേ, അത് ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ 1 ഇടണം. ഇതിൽ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. സിഗ്മ ആണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ 1 ആണ് ഇടേണ്ടത്. ഇപ്പോൾ പൈ ആണെങ്കിൽ അവർ തന്നിരിക്കുന്ന നമ്പറെല്ലാം നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സിഗ്മ ആണ്, അപ്പോൾ എല്ലാം 1 ആയിട്ട് ഇടാം. 0 2 ഉണ്ട്. 0 2 5 7 8 10 8 10 13 15 13 15 ഇപ്പോൾ ഇങ്ങനെ ഇട്ടില്ലേ. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ 0 ഇട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാതെ ലീവ് ചെയ്യാം. അങ്ങനെ തന്നെ. ഇനി ഇത് ഗ്രൂപ്പ് ചെയ്യണം. ഇത് 4 വേരിയബിൾ കെ മാപ്പിൽ നമ്മൾ 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. 8 ഒരുമിച്ച് വന്നാൽ അത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അതും അല്ലെങ്കിൽ 1 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന ഒന്നുമില്ല. ഇത് നമുക്ക് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇത് പിന്നെ ഈ 4 കൊണ്ട് 4 കോർണറിലായതുകൊണ്ട് ഇതും 4 ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ഗ്രൂപ്പ് കിട്ടി. ആൻഡ് ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് പറഞ്ഞു തരാം. ഇത് SOP അല്ലേ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ്. SOPയിൽ 0 വരുന്നിടത്തല്ല നമ്മൾ വേരിയബിളിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ എ എടുക്കുമ്പോൾ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എടുക്കണം, 1 ആണെങ്കിൽ എ അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും 0 0 അല്ലേ, അപ്പോൾ അവിടെ എ കോംപ്ലിമെൻ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് 1 0 സെക്കൻഡ് 1 1. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ഉള്ളതെല്ലാം എ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ഉള്ളതെല്ലാം ബി. അതേപോലെ ഈ സൈഡും ഫസ്റ്റ് ഉള്ളതെല്ലാം സീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ഉള്ളതെല്ലാം ഡീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എ കോംപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത് 0, സെക്കൻഡ് 1 ബി 1 ആയതുകൊണ്ട് ബി മാത്രം എടുക്കാം. അപ്പോൾ എ കോംപ്ലിമെൻ്റ് ഇൻറ്റു ബി, ഇതിൽ 2 1 ആണ്, അപ്പോൾ എ ബി. ഇതിൽ ഫസ്റ്റ് 1 മാത്രമാണ് 1, ബാക്കി കോംപ്ലിമെൻ്റ് ആണ്. അതുപോലെ ഇവിടെ എഴുതണം. ഇത് ബേസിക് സ്റ്റാർട്ടിങ് വരുന്നവർക്ക് മാത്രം എഴുതിയാൽ മതി. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ 2 zeros ആണ്, അപ്പോൾ സി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ്. ഇവിടെ സി കോംപ്ലിമെൻറ്റ് ഡി, ഇത് സി ഡി, ഇത് സി ഡി കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ എഴുതിയില്ലേ. ഇപ്പോൾ ആദ്യം ഈ ഗ്രൂപ്പ് നോക്കാം. ഈ ഗ്രൂപ്പ് ഇത് 2 കോളത്തിൽ ഇത് 2 റോസിൽ വരുന്നുണ്ട്. ഇതിൽ ഏതാണ് കോമൺ ആയിട്ടുള്ളതെന്ന് നോക്കണം. ഇതിൽ ഡി ആണ് കോമൺ ആയിട്ടുള്ളത്. ഇത് സി കോംപ്ലിമെൻറ്റ്, ഇവിടെ സി, അത് രണ്ടും ക്യാൻസലായി പോകും, അപ്പോൾ ഡി മാത്രമാണ്. ബാലൻസ് ഈ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഈ 2 റോസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണോ കോമൺ ആയിട്ട് വരുന്നത് അതെടുത്ത് എഴുതണം. ഇത് എ കോംപ്ലിമെൻറ്റ് ആൻഡ് എ ക്യാൻസലായി പോകും. കോമൺ ആയിട്ടുള്ളത് ബി ആൻഡ് ബി ആണ്, അപ്പോൾ ഇൻറ്റു ബി എടുക്കാം. പ്ലസ് ഇത് സം ഓഫ് പ്രോഡക്റ്റ്സ് ആണ്, പ്രോഡക്ട്സിൻ്റെ സമ്മാണ്. അപ്പോൾ ഡി ബി അടുത്ത ഗ്രൂപ്പ് എഴുതുമ്പോൾ നമ്മൾ പ്ലസ് ഇട്ടാണ് എഴുതേണ്ടത്. അടുത്ത ഗ്രൂപ്പ് ഇത് 4ഉം ചേർന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഈ റോ വരും, ഈ റോ വരും. അപ്പോൾ ഇത് രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് ഡി കോംപ്ലിമെൻ്റ് ആണ്. സി കോംപ്ലിമെൻറ്റ് സി ക്യാൻസലായി പോകും, അപ്പോൾ പ്ലസ് ഡി കോംപ്ലിമെൻറ്റ്. ബാലൻസ് വരുന്നത് ഈ ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളമാണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ബി കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻറ്റ് ആൻഡ് എ ക്യാൻസലായി പോകും, അപ്പോൾ ഇവിടെ ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് എക്സാമ്പിളാണ്
POSൻ്റെ പൈ ഇട്ടാൽ അത് POS ആണ്, സിഗ്മ ഇട്ടാൽ അത് SOP. ഇപ്പോൾ പൈ ഇട്ടിട്ട് SOPയിൽ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ഇതിലില്ലാത്ത വാല്യൂസ് എല്ലാം എടുത്ത് സിഗ്മ ഇട്ട് എഴുതിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ K മാപ്പ് വരയ്ക്കാം. 4 വേരിയബിൾ ആണ്. K മാപ്പ് വരച്ചിട്ട് ഇത് AB, ഇത് CD, ഇത് 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഇതിൽ നമ്മൾ POS അല്ലേ, അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സം ആണ്. ഇവിടെ ഈ സൈഡിൽ നമ്മൾ സം ആണ് എഴുതേണ്ടത്. ആൻഡ് POSൽ 0 ആണെങ്കിൽ അത് അങ്ങനെ, ഇപ്പോൾ A ആണെങ്കിൽ A0 ആണെങ്കിൽ എന്നും എഴുതാം. 1 ആണെങ്കിൽ നമ്മൾ A കോംപ്ലിമെൻ്റ് ആണ് എഴുതേണ്ടത്. ഇതാണ് POSൽ SOPക്കുള്ള ഡിഫറൻസ്. 0 ആണെങ്കിൽ സെയിം വേരിയബിൾ തന്നെ എഴുതണം, 1 ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണം. അപ്പോൾ ഇത് രണ്ടും 0 0 അല്ലേ, അപ്പോൾ A + B ആണ്. ഇത് POS ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ 0, സെക്കൻഡ് വൺ 1. അപ്പോൾ A + B കോംപ്ലിമെൻറ്റ്, ഇത് രണ്ടും 1 ആണ്. അപ്പോൾ A കോംപ്ലിമെൻറ്റ് + B കോംപ്ലിമെൻറ്റ്, ഇത് A കോംപ്ലിമെൻറ്റ് + B. അതുപോലെ ഇവിടെ എഴുതണം, ഇത് C + D, C + D കോംപ്ലിമെൻറ്റ്, C കോംപ്ലിമെൻറ്റ് + D കോംപ്ലിമെൻറ്റ്, ഇത് C കോംപ്ലിമെൻറ്റ് + D. ഇനി അകത്തുള്ള നമ്പേഴ്സ് ഇടാം. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള വാല്യൂസിലെ ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് സെൽസിൽ നമ്മൾ 0 ആണ് ഇടേണ്ടത്. അപ്പോൾ ഇതിൽ 0 ഉണ്ട്, 0 1 2 ഉണ്ട്, 0 1 2. പിന്നെ ഉള്ളത് 4 5 6 4 5 6 8 9 10 8 9 10. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ബാലൻസ് ഉള്ള സെല്ലിൽ നമുക്ക് വേണമെങ്കിൽ 1 ഇട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അത് ടൈം കൺസ്യൂമിങ് അല്ലേ, അപ്പോൾ 0s മാത്രം ഇട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിൽ 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ അല്ലെങ്കിൽ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം, അല്ലെങ്കിൽ 2 1 അങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇത് 4 ഒരു ഗ്രൂപ്പാക്കാം. പിന്നെ ഇതും ഇതും ഒരു ഗ്രൂപ്പാക്കാം. ആൻഡ് ഇതും ഇതും ഒരു ഗ്രൂപ്പാക്കാം. ആൻഡ് ഇതും ഇതും ഒരു ഗ്രൂപ്പാക്കാം. ഫസ്റ്റ് ഈ ഗ്രൂപ്പ് നോക്കാം. ഇതിൽ ഈ 2 കോളം വരുന്നുണ്ട്, ഇത് 2 വരുന്നുണ്ട്. അപ്പോൾ ഇത് 2ൽ ഏതാണ് കോമൺ ആയിട്ടുള്ളതെന്ന് നോക്കണം. ഇവിടെ C ആണ് കോമൺ ആയിട്ടുള്ളത്. D ആൻഡ് D കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ C പ്ലസ് ഇത് 2ലും കോമൺ ആയിട്ടുള്ളത് നോക്കണം. ഇതിൽ A ആണ് കോമൺ ആയിട്ടുള്ളത്, B ആൻഡ് B കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ പ്ലസ് A. ഇനി ഇൻറ്റു ഇതും ഈ ഗ്രൂപ്പ് ഇതും ഇതും നോക്കാം. അടുത്ത ഗ്രൂപ്പായിട്ട് ഇതും ഇതും നോക്കാം. ഇതിൽ ഇത് 2 വരുന്നുണ്ട്, ഇത് 2ലും കോമൺ ആയിട്ടുള്ളത് C ആണ്. അപ്പോൾ ഇൻറ്റു C പ്ലസ് ഇതും ഇതുമാണ് അടുത്ത് അതിലുള്ള ആ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ A + Bയിൽ A കോംപ്ലിമെൻറ്റ് + B. ഇതിൽ കോമൺ ആയിട്ടുള്ളത് B ആണ്. A ആൻഡ് A കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ B ഇൻറ്റു അടുത്ത ഗ്രൂപ്പാണ് ഇതും ഇതും. അപ്പോൾ ഇത് വരും, ഇത് വരും. C + Dയും C കോംപ്ലിമെൻറ്റ് + Dയും വരും. അതിൽ കോമൺ ആയിട്ടുള്ളത് D ആണ്. C ആൻഡ് C കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ D പ്ലസ് ഇത് 2 നോക്കണം. ഇത് 2ൽ കോമൺ ആയിട്ടുള്ളത് A ആണ്. B ആൻഡ് B കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ A. പിന്നെ ലാസ്റ്റ് ഒന്നാണ് ഇതും ഇതും. ഇത് 2ൽ ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ഒന്നുമില്ല, ഇത് സെയിം ഒറ്റ റോ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം, C കോംപ്ലിമെൻറ്റ് + D. പിന്നെ ഇതുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ A + B, A കോംപ്ലിമെൻറ്റ് + B. A ആൻഡ് A കോംപ്ലിമെൻറ്റ് ക്യാൻസൽ ആവും, ബാലൻസ് ഉള്ളത് B ആണ്. അപ്പോൾ +B. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ ഞാൻ 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി തരാം. അത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, അത് സോൾവ് ചെയ്യുന്ന വീഡിയോ ഇട്ട് തരാം. ഇതാണ് 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ POS വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതാണ്. f(a, b, c, d is equal to pi of 1 3 5 7 9
10, 12 and 13 and ഇതിൻ്റെ ആൻസർ a plus d complement into c plus d complement into a complement plus b complement plus c into a complement plus b plus c complement plus d. And second question SOP വെച്ചിട്ട് ചെയ്യുന്നതാണ്. f of a, b, c, d is equal to sigma 1, 3, 7, 11 and 15 and അതിൻ്റെ ആൻസർ cd plus d a complement b complement ഇതാണ് ആൻസർ. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ വരുന്നില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇത് സോൾവ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ 3 വേരിയബിൾ കെ മാപ്പ് സോൾവ് ചെയ്യാം. ആൻഡ് താങ്ക് യു.